സമയമുള്ളപ്പോൾ ഒരു ചൂടുകട്ടനും വീട്ടിൽ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ മിക്സ്ചറും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ രുചിയിൽ മിക്സ്ചർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകളും പാചകവിധിയും താഴെ നൽകുന്നു. രുചികരമായ മിക്സ്ചർ ഉണ്ടാക്കുന്ന വിധം. ഇവിടെ നൽകിയിരിക്കുന്ന അളവുകൾ ഏകദേശം 500 ഗ്രാം മിക്സ്ചർ ഉണ്ടാക്കാൻ മതിയാകും. ചേരുവകൾ: കടലമാവ് 2 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, എണ്ണ മാവിലേക്ക് 2 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്, വെളുത്തുള്ളി 8 അല്ലി തൊലിയോടെ ചതച്ചത്, കറിവേപ്പില 3 തണ്ട്, കടല 1/2 കപ്പ്, പൊട്ടുകടല 1/4 കപ്പ്. തയ്യാറാക്കുന്ന വിധം: 1. മാവ് തയ്യാറാക്കുക. ഒരു വലിയ പാത്രത്തിൽ കടലമാവ്, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മൃദുലമായ മാവ് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അവസാനം 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് വീണ്ടും കുഴയ്ക്കുക. 2. സേവ് ഉണ്ടാക്കുക. സേവനാഴിയിൽ ഏറ്റവും ചെറിയ അച്ച്, ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ച് ഇട്ട് മാവ് നിറയ്ക്കുക. 3. വറുക്കാൻ തുടങ്ങുക. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയുമിട്ട് സ്വർണ്ണനിറമാകുന്നതുവരെ വറുത്ത് കോരി മാറ്റുക. 4. സേവ് വറുക്കുക. ചൂടായ എണ്ണയിലേക്ക് സേവനാഴിയിലുള്ള മാവ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ പിഴിഞ്ഞ് വട്ടത്തിലൊഴിക്കുക. ഒരു വശം മൊരിയുമ്പോൾ മറിച്ചിട്ട് മറുവശവും മൊരിച്ചെടുക്കുക. ഇരുവശവും സ്വർണ്ണനിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് എണ്ണ കളയുക. 5. ബൂന്തി ഉണ്ടാക്കുക. കുഴച്ചുവെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ദോശമാവിന്റെ അയവിൽ കലക്കുക. ദ്വാരങ്ങളുള്ള ഒരു കോരി ഉപയോഗിച്ച് ചൂടായ എണ്ണയിലേക്ക് മാവൊഴിച്ച് ബൂന്തി ഉണ്ടാക്കുക. ബൂന്തി ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വെച്ച് വറുക്കുക. ക്രിസ്പിയായ ശേഷം തീ കൂട്ടിവെച്ച് കോരിയെടുക്കുക. ഇത് തണുക്കുമ്പോൾ മൃദുലമാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. 6. കടല വറുക്കുക. ഇതേ എണ്ണയിലേക്ക് കടല ചേർത്ത് സ്വർണ്ണനിറമാകുന്നതുവരെ വറുത്തു കോരുക. 7. പൊട്ടുകടല വറുക്കുക. അവസാനമായി പൊട്ടുകടല ചേർത്ത് ചെറുതായി വറുത്തെടുക്കുക. ശ്രദ്ധിക്കുക, പൊട്ടുകടല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 8. മിക്സ്ചർ തയ്യാറാക്കുക. വറുത്ത സേവ് കൈകൊണ്ട് ചെറുതായി പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് വറുത്ത ബൂന്തി, കടല, കറിവേപ്പില, വെളുത്തുള്ളി, പൊട്ടുകടല എന്നിവ ചേർക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും ബാക്കിയുള്ള 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ചൂടുകട്ടനൊപ്പം ഈ രുചികരമായ മിക്സ്ചർ ആസ്വദിക്കാം.